എന്താണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിരന്തരം ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അടുത്തൊരു പ്രശ്നം ഉണ്ടാവുന്നേ എന്നുള്ളൊരു ഭയമാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത്. ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുക, അടുത്തേക്ക് പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ തന്നെ നമ്മൾ ഭയന്നുകൊണ്ട് നോക്കുക, നമ്മളും ഈ പറയുന്ന പോലെ ഈ വ്യക്തിയുടെ ഡിമാൻഡ് അനുസരിച്ച് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് പിന്നെയും റീചെക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതൊക്കെയാണ് ഹൈപ്പർ വിജിലൻസിൻ്റെ ലക്ഷണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഹൈപ്പർ വിജിലൻസ് ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് മാറിക്കഴിയുമ്പോൾ ഇതിന് കുറവ് വന്നേക്കാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ തെറ്റാണ് എന്നുള്ള ഫീലിങ്സും അതിന് മുൻപ് പറഞ്ഞ ഞാൻ എന്നെ തന്നെ കാണുന്ന സെൽഫ് പെർസെപ്ഷനിൽ വരുന്ന ട്രോമകളും റിസോൾവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പർ വിജിലൻസ് മറ്റു കാര്യങ്ങളിലേക്ക് ജനറലൈസ് ചെയ്തു പോവാം. അതായത് ഈ വ്യക്തി ഉണ്ടാവണം എന്നില്ല, ഈ വ്യക്തിയുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പ്രശ്നമാണോ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ മോശപ്പെട്ട ഒരാളല്ലേ എന്നുള്ള ഫീലിങ്സിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയം തോന്നിയേക്കാം.